ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കോമ്പിനേഷൻ സർക്യൂട്ടാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അല്ലെ. അതിൽ ഹാഫ് ആഡർ, ഫുൾ ആഡർ, പിന്നെ അതുപോലെ തന്നെ ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, അത് കഴിഞ്ഞ് മക്സ്, ഡി മക്സ്, ഇതൊക്കെ നമ്മൾ നോക്കി. അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ നോക്കാനുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു അടുത്ത റൗണ്ടിൽ നമുക്ക് അതിലേക്ക് വരാം. ഇത് നമുക്ക് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇവിടം വരെയുള്ള വർക്കിംഗ് ആപ്ലിക്കേഷൻസ് ഇത്രയും പോർഷൻസ് നമ്മുടെ അത് കംപ്ലീറ്റ് ആവും. ഈ സീക്വൻഷ്യൽ സർക്യൂട്ട്സിനകത്ത് വരുന്നതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇന്ന് ഞാൻ സീക്വൻഷ്യൽ സർക്യൂട്ട്സിന്റെ ബേസിക്സ് ആണ് എടുക്കുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്രയും ടോപ്പിക്സ് നമുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടർ, രജിസ്റ്റേഴ്സ്, അത് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്താണ്? നമ്മൾ ഓൾറെഡി കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ആ കോമ്പിനേഷൻ സർക്യൂട്ടിനകത്തേക്ക് എന്തോ ഒന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആകും അല്ലെ. കോമ്പിനേഷൻ സർക്യൂട്ടിന് ഇല്ലാത്ത എന്തോ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആകുമെന്ന് നമുക്ക് പറയാം അല്ലെ. എന്തായിരുന്നു കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു അതിന്റെ പ്രോപ്പർട്ടി? ആരെങ്കിലും ഒന്ന് പറയാമോ? പ്രസന്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. അതെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസന്റ് ഇൻപുട്ട് മാത്രമായിരുന്നു അല്ലെ. അതായത് അതിന് മെമ്മറി ഇല്ലായിരുന്നു. അപ്പൊ കോമ്പിനേഷൻ സർക്യൂട്ടിലേക്ക് നമ്മൾ മെമ്മറി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആകുമെന്ന് നമുക്ക് പറയാം അല്ലെ. സോ സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മള് കോമ്പിനേഷൻ സർക്യൂട്ട് പറഞ്ഞപ്പോ തന്നെ ഇതിന്റെ ബേസിക് ആയിട്ട് പറഞ്ഞതാണ്. എന്താണ് അപ്പം പ്രസന്റ് ആൻഡ് പ്രീവിയസ് സ്റ്റേറ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന് മെമ്മറി ഉണ്ടാകും അല്ലെ. ബേസിക്കലി ഇതിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്, സിങ്ക്രോണസും അസിങ്ക്രോണസും. അപ്പം ഈ മെമ്മറി എലമെന്റ്, ഇതിനകത്ത് മെമ്മറി തരുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടി പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, സിങ്ക്രോണസും അസിങ്ക്രോണസും. അപ്പം ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിനകത്ത് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ഉണ്ട്. കാരണം അവിടെ ഗേറ്റും ബൂളിയൻ എക്സ്പ്രഷൻ ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് അവിടെ ഓൾറെഡി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മെമ്മറി എലമെന്റ് ഉണ്ടാവും. സ്റ്റോറേജ് ഡിവൈസസ് ലൈക്ക് എന്താണ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് T ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെ. അതൊക്കെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുമ്പോൾ ഇതിന്റെ ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കും. ഇതിനകത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. അപ്പം ഇവിടെയും എന്താ എപ്പോഴും ബൈനറി വാല്യൂസ് തന്നെയാണ് ഉള്ളത്, 0 അല്ലെങ്കിൽ 1. അപ്പൊ ഇതിന്റെ ബേസിസിൽ ഈ ഡിവൈസസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. നമ്മൾ ഇപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്താണെന്ന് മാത്രമേ ഇപ്പൊ നോക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ലൂപ്പ്, മെമ്മറി എന്ന് പറഞ്ഞില്ല. അപ്പൊ ഔട്ട്പുട്ടിൽ നിന്ന് അത് പിന്നെയും ഇൻപുട്ടിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലെ. ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട്. സോ ഔട്ട്പുട്ട് ഓഫ് ദ മെമ്മറി എലമെന്റ്സ് ആർ ഫെഡ് ബാക്ക് ഇൻ ടു ദ കോമ്പിനേഷൻ ലോജിക് ടു ഡിറ്റർമിൻ ദ നെക്സ്റ്റ് ലെവൽ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ലെവൽ ഇവിടെ കിട്ടുന്നത് അല്ലെ. ബേസിക്കലി നമ്മൾ പറയേണ്ടത് അതിന് മെമ്മറി സ്റ്റേജസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാവും. അപ്പൊ ഇതാണ് സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെന്താണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്? ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് തന്നെയാണ്. ഇൻപുട്ട് വേരിയബിൾ ഉണ്ടാവും, ലോജിക് ഗേറ്റ് ഉണ്ടാവും, ഔട്ട്പുട്ട് വേരിയബിൾ ഉണ്ടാവും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ആണ്. ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതിന്റെ അവിടെ എന്ത് പ്രോസസ് ആണ്? അപ്പം A.B ആണോ അല്ലെങ്കിൽ B.C, അങ്ങനെ ആൻഡ് ഗേറ്റ്, ആൻഡ് ഓപ്പറേഷൻ ആണോ, നാൻഡ് ഓപ്പറേഷൻ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അത് ആ പ്രോസസ് അവിടെ ഉണ്ടാവും. അതിനോട് കൂടി അപ്പം ഈ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ സീക്വൻഷ്യൽ സർക്യൂട്ടിലേക്ക് പോകാമെന്ന് നോക്കാം.
അപ്പം കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്താണ്? ഇറ്റ് പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺലി ഓൺ ദ പ്രസന്റ് ഇൻപുട്ട് വേരിയബിൾസ് അല്ലെ. പ്രസന്റ് ഇൻപുട്ട് വേരിയബിളിന്റെ ബേസിസിൽ മാത്രമേ നമുക്ക് ഇൻപുട്ട് ഉണ്ടാവുകയുള്ളൂ. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്താ ചെയ്യുന്നത്? ഔട്ട്പുട്ട് ബേസ് ഓൺ ബോത്ത് പ്രസന്റ് ഇൻപുട്ട് ആൻഡ് പ്രീവിയസ് സ്റ്റേറ്റ്. പാസ്റ്റ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് സീക്വൻഷ്യൽ സർക്യൂട്ട് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ് അതിന്റെ മെയിൻ പോയിന്റ് എന്താണ്? അവിടെ ഒരു മെമ്മറി എലമെന്റ് ഉണ്ടാവും. ബൈനറി ഇൻഫർമേഷൻ, അതായത് 0 ആണോ അതോ 1 ആണോ എന്നൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി എലമെന്റ് ഉണ്ടാവും. അപ്പം അതിലുള്ള സ്റ്റോർഡ് ബൈനറി ഇൻഫർമേഷൻ എന്താ? ഇറ്റ് റെപ്രസെന്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ സീക്വൻഷ്യൽ സർക്യൂട്ട്. ആ സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ സ്റ്റേറ്റ് ആണ് അത് പറയുന്നത്. അപ്പം ഔട്ട്പുട്ട് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കറണ്ട് ഇൻപുട്ട് ആൻഡ് സ്റ്റോർഡ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ പാസ്റ്റ് ഇവന്റ്സിനെ മെമ്മറി ചെയ്യാൻ പറ്റും. മെമ്മറി എനേബിൾസ് സർക്യൂട്ട് റിമെമ്പർ പാസ്റ്റ്. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സീക്വൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ട് സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു മെമ്മറി എലമെന്റ്സ് വേണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പം മെമ്മറി എലമെന്റ്സിനകത്ത് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് വരുന്നതാണ് ലാച്ചസ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ്. നമ്മൾ ആദ്യം ലാച്ചസ് പഠിക്കും, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കും. സോ എ ലാച്ച് ഈസ് എ മെമ്മറി ഡിവൈസ് കേപ്പബിൾ ഓഫ് സ്റ്റോറിംഗ് 1 ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. അപ്പം ഇതിനകത്ത് സീക്വൻസ് സർക്യൂട്ട്സിന്റെ ഇപ്പൊ നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താണ് ഹാഫ് ആർഡർ, ഫുൾ ആർഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, അതുപോലെ മക്സ്, ഡിമക്സ്, എൻകോഡർ, ഡീകോഡർ ഇതൊക്കെ പഠിച്ചു. അതൊക്കെ സീക്വൻഷ്യൽസ്, അതൊക്കെ കോമ്പിനേഷൻ സർക്യൂട്ട്. ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. അവർക്ക് മെമ്മറി ഇല്ല, സ്റ്റോറേജ് ഇല്ല, ഒന്നുമില്ല. അടുത്തത് ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. അപ്പം ശരിക്കും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമ്മൾ ഫൈനലി പഠിച്ചു നിർത്തുന്നത്, ബിടെക് ലെവലിൽ നമ്മൾ ഫൈനലി പഠിച്ചു നിർത്തുന്നത് ഇവിടെയാണ് അല്ലെ. കോമ്പിനേഷനിലും സീക്വൻഷ്യൽ സർക്യൂട്ടും കൂടെ പഠിച്ചാണ് നമ്മൾ നിർത്തുന്നത് സിലബസ് അല്ലെ. അപ്പൊ അതിൽ ഏതൊക്കെയാ വരുന്നത്? രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്. അപ്പൊ രജിസ്റ്റേഴ്സിലും കൗണ്ടേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ലാച്ചസ്, പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കും, പിന്നെ രജിസ്റ്റർ, കൗണ്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും അല്ലെ. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് പ്രസന്റ് ഇൻപുട്ട് ആസ് വെൽ ആസ് ദ പ്രീവിയസ് സ്റ്റേറ്റ്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടുത്തെ സ്റ്റോർഡ് ബൈനറി ഇൻഫർമേഷൻ അല്ലെ. ഇതാണ് സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഒരു ചെറിയ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പം ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട്, അപ്പം ഇത്രയും നമുക്ക് വളരെ ഫെമിലിയർ ആണല്ലേ. ഇത്രയും സെറ്റപ്പ് നമുക്ക് ഫെമിലിയർ ആണ്. നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്, ഇൻ ഡീറ്റെയിലിൽ പഠിച്ചാണ്. ഓരോ കോമ്പിനേഷൻ സർക്യൂട്ട് എടുത്തു പഠിച്ചു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം. അപ്പൊ ഒരു ഫുൾ ആഡറോ അല്ലെങ്കിൽ ഒരു ഹാഫ് ആഡറോ ഒക്കെ എടുത്താലും ഇത്രയും തന്നെയാണ് ഉള്ളത് അല്ലേ. കറക്റ്റ് ആണ് സാർ പറഞ്ഞത്. അതിനകത്തോട്ട് നമ്മൾ ഔട്ട്പുട്ടിനെ ഒരു മെമ്മറി എലമെന്റ് കൊടുത്ത് ഫീഡ്ബാക്ക് ചെയ്ത് വീണ്ടും ഇൻപുട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്? അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് പറയാം അല്ലെ. അപ്പൊ ഇൻപുട്ടിലേക്ക് 2 ഇൻപുട്സ് ഉണ്ട് അല്ലെ. എക്സ്റ്റേണൽ ഇൻപുട്ട് ഉണ്ട്, അത് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു എക്സ്റ്റേണൽ, ഇപ്പൊ ഇത് A B എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് ഉണ്ട്. ഇന്റേണൽ ഇൻപുട്സ് ഉണ്ട് അല്ലെ. പ്രീവിയസ് ഔട്ട്പുട്ടിന്റെ ഇതിന്റെ പ്രീവിയസ് N-1 സ്റ്റേറ്റിലുള്ള ഔട്ട്പുട്ടിന്റെ സ്റ്റോർ ചെയ്ത് അതിനെ നമ്മൾ ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫങ്ഷൻ ഓഫ് എ പ്രീവിയസ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്. അപ്പൊ അതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. സെക്കൻഡറി ഇൻപുട്സ് ആർ സ്റ്റേറ്റ് വേരിയബിൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റോറേജ് എലമെന്റ്സ് അല്ലെ. സ്റ്റോറേജ് എലമെന്റ്സ് ആണ് ഈ സെക്കൻഡറി വേരിയബിൾ. അതായത് പ്രീവിയസ് സ്റ്റേറ്റിനുള്ള എഫക്റ്റ് കൂടി ഇതിൽ കൊണ്ടുവരാൻ നമ്മൾ പറഞ്ഞില്ലേ. ഫങ്ഷൻ ഓഫ്, ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് previous input, present input and previous state. So secondary inputs are state variables produced by the storage elements, whereas secondary outputs are excitations for the storage elements. അതിലൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ സാർ. ഓക്കെ.
ഇനിയിപ്പോ നമ്മൾ ബേസിക് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഔട്ട്പുട്ട്, നെക്സ്റ്റ് സ്റ്റേറ്റ്, പ്രസന്റ് സ്റ്റേറ്റ്. അപ്പൊ ഇതൊക്കെയാണത്. പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു ഏരിയ ആണ് നമ്മൾ അതിന്റെ നമ്മൾ ബേസിക്കലി ആദ്യം നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ നോക്കുന്നത് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. അപ്പൊ ആ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് നോക്കുമ്പോഴാണ് നമ്മൾ ഒരു ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് റിജിസ്റ്റർ ഒക്കെ പഠിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇത് തിയറിറ്റിക്കലായിട്ട് നമുക്ക് നോക്കാം. അപ്പം അസിൻക്രോണസ് സീക്വൻസ് സർക്യൂട്ട് എന്താണ്? ദേ ഡു നോട്ട് യൂസ് എ ക്ലോക്ക് സിഗ്നൽ. ഓക്കെ, ആദ്യം ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ക്ലോക്ക് സിഗ്നൽ, ഈ ക്ലോക്ക് എന്താ, അതൊക്കെ ഒന്ന് നോക്കാം. ജസ്റ്റ് ബേസിക് എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വരത്തില്ല, പക്ഷെ ഇതൊന്നും പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ക്ലോക്ക് എന്താണ്? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓണും ഓഫും ആവണമല്ലോ. ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണമല്ലോ. താങ്കൾ ഇന്ന വർക്ക് ചെയ്യൂ, താങ്കൾ ഔട്ട്പുട്ട് തരൂ എന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതിനാണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അതിലേക്കൊരു എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കണം. അപ്പൊ ക്ലോക്ക് എന്താണ്? ക്ലോക്ക് ഈസ് എ പീരിയോഡിക് സീക്വൻസ് ഓഫ് പൾസസ് അല്ലെ? ക്ലോക്ക് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് സീക്വൻസ് ഓഫ് പൾസസ് ആണ്. അപ്പൊ ക്ലോക്കിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലെവൽ ക്ലോക്കിങ്ങും എഡ്ജ് ട്രിഗറിങ്ങും. അപ്പൊ ക്ലോക്ക് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ലെവൽ ക്ലോക്കിംഗ്, അതുപോലെ തന്നെ അടുത്തതാണ് എഡ്ജ് ട്രിഗറിങ്. ലെവൽ ക്ലോക്കിംഗ് ആൻഡ് എഡ്ജ് ട്രിഗറിങ്. അപ്പം എന്താണ് ക്ലോക്കിന്റെ പർപ്പസ്? ഈ മൊത്തത്തിലുള്ള പ്രോസസ്സിനെ ഒന്ന് സിങ്ക്രണൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ രജിസ്റ്റർ ആണ്, അതിന്റെ സ്റ്റേറ്റ് മാറാതിരിക്കുക. അതായത് ഈ ട്രിഗർ ചെയ്യുമ്പോൾ മാത്രമേ ഈ സ്റ്റേറ്റ് മാറാൻ പാടുള്ളൂ. ആ രീതിയിൽ എന്താണ് ആ സീക്വൻഷ്യൽ സർക്യൂട്ടിനെ അതിനെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പം ഈ ക്ലോക്കിന്റെ പർപ്പസ്, അപ്പൊ ഇങ്ങനെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ക്ലോക്ക് ഇൻ എ സീക്വൻസ് സർക്യൂട്ട്, അങ്ങനെ 2, 3, 4 ഓപ്ഷൻ ആ രീതിയിലൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പം മെയിൻ പർപ്പസ് എന്താണ്? സിങ്ക്രണൈസ് ദ ഓവറോൾ ആക്ഷൻ and to prevent the flip-flop flip-flop from changing state until the right time. അതായത് ആവശ്യമുള്ളപ്പം, അതായത് ക്ലോക്ക് ഹൈയോ അല്ലെങ്കിൽ ക്ലോക്ക് ലോയോ ഒക്കെ ആവുന്ന അനുസരിച്ചായിരിക്കണം നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അവിടെയാണ് ഈ ക്ലോക്കിന്റെ ആവശ്യം. അപ്പൊ 2 ടൈപ്പ് ആണുള്ളത്, ലെവൽ ക്ലോക്കിങ്ങും എഡ്ജ് ട്രിഗറിങ്ങും. അതിൽ ഒന്നാമത്തെ ലെവൽ ക്ലോക്കിംഗ് എന്താണെന്ന് നോക്കാം. നമ്മൾ ലെവൽ ക്ലോക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ എന്താണ്? ക്ലോക്ക് സിഗ്നൽ, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോൾ റെസ്പോണ്ട് ചെയ്യും? ഹൈ അല്ലെങ്കിൽ ലോ ഓഫ് ദ ക്ലോക്ക് സിഗ്നൽ അല്ലെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സീക്വൻസ് സർക്യൂട്ട്, ഒരു സീക്വൻസ് സർക്യൂട്ടിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുക. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ് ചെയ്യുന്നത്? ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് റെസ്പോൺസ് ടു, അല്ലെങ്കിൽ സീക്വൻഷ്യൽ സർക്യൂട്ട് റെസ്പോൺസ് ടു ലെവൽ ഓഫ് ക്ലോക്ക് സിഗ്നൽ അല്ലെ? അപ്പൊ ഒന്നെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ ആയിരിക്കും. ക്ലോക്ക് സിഗ്നലിന്റെ ലെവലിനനുസരിച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ലെവൽ ക്ലോക്കിങ്ങും തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇനിയിപ്പോ മുന്നോട്ടും നിങ്ങൾ എന്തായാലും ബിടെക്കും എംടെക് ഒക്കെ കഴിഞ്ഞവരായിരിക്കും. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവും. എന്താണ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടുണ്ടാവും. അല്ലെങ്കിൽ പോസിറ്റീവ് ക്ലോക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടുണ്ടാവും. അപ്പം ഈ ക്ലോക്കിംഗ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് പോസിറ്റീവ് ക്ലോക്കിംഗ്, അതുപോലെ തന്നെ അടുത്തതാണ് നെഗറ്റീവ് ക്ലോക്കിംഗ്. ജസ്റ്റ് പേര് മാത്രം മതി, ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല.
ഒന്നുമില്ല. പോസിറ്റീവ് ക്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്തായാലും പറഞ്ഞു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ പൾസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇത് പോസിറ്റീവ് ക്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഹൈ പോയിന്റിലായിരിക്കും അത് ക്ലോക്ക് 1 ആവുമ്പോഴായിരിക്കും, അതായത് ക്ലോക്ക് 1 ആവുമ്പോഴായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആവശ്യമുള്ള രീതിയിൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ സീക്വൻസ് സർക്യൂട്ട് പ്രവർത്തിക്കുന്നത്. നെഗറ്റീവ് ക്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് 0 ആവുമ്പോഴായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് വരുന്നത്. ഓഫ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, നെഗറ്റീവിലാണ് അത് ക്ലോക്ക് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലോക്കിംഗ് 2 ടൈപ്പ്. അതെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. മേ ബി ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യം വന്നേക്കാം. ക്ലോക്ക് എന്തിനാണ് നമ്മൾ ക്ലോക്ക് ഉപയോഗിക്കുന്നത്? അപ്പൊ നമുക്ക് ചുമ്മാ നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് ഉത്തരമായി വരുന്ന രീതിയിൽ ആൻസർ ഉണ്ടെങ്കിൽ അതായിരിക്കണം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. അടുത്ത എന്താണ്? എഡ്ജ് ട്രിഗറിങ് അല്ലെ? അപ്പം എഡ്ജ് ട്രിഗറിങ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും ഉണ്ട് 2 ടൈപ്പ്. അപ്പൊ എന്താണ്? റൈസിങ് ഓർ ഫോളിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് അല്ലെ? ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ സർക്യൂട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് എവിടെയാണ്? റെസ്പോണ്ട് ഓൺലി ഓൺ റൈസിങ് ഓർ ഫോളിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക്. റൈസിങ് അല്ലെങ്കിൽ ഫോളിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക്. അതും 2 ടൈപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒന്ന് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് എഡ്ജ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫോളിങ് എഡ്ജ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഇതിനെ വേണമെങ്കിൽ നമുക്ക് റൈസിങ് എഡ്ജ് എന്നും പറയാം. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം ഹൈ ആവുമ്പോൾ പോസിറ്റീവ് എഡ്ജിൽ മാത്രമായിരിക്കും നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. നെഗറ്റീവ് എഡ്ജ് ആണെങ്കിൽ നെഗറ്റീവ് പോയിന്റിലായിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവശ്യമുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് എഡ്ജ് ട്രിഗറിങ്. പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മൾ ടൈപ്സ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് ക്ലോക്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സീക്വൻസ് സർക്യൂട്ട് നോക്കാം. അപ്പൊ സീക്വൻഷ്യൽ സർക്യൂട്ട്സിൽ ഫസ്റ്റ് വരുന്നതാണ്, നമുക്ക് ആദ്യം സിങ്ക്രോണസ് നോക്കാം. സിങ്ക്രോണസ് സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. അപ്പൊ എന്താണ്? ദീസ് സർക്യൂട്ട്സ് യൂസസ് ക്ലോക്ക് സിഗ്നൽ ആൻഡ് ലെവൽ ഇൻപുട്സ്. ഓക്കെ, അപ്പം ദ ഔട്ട്പുട്ട് പൾസ് ഈസ് ദ സെയിം ഡ്യൂറേഷൻ ആസ് ദ ക്ലോക്ക് പൾസ് അല്ലെ? ക്ലോക്ക് പൾസ് എത്ര നേരത്തേക്കാണോ നമ്മൾ കൊടുക്കുന്നത്, ഇപ്പൊ 5 സെക്കൻഡ് അല്ലെങ്കിൽ 0.5 സെക്കൻഡ് നമ്മൾ കൊടുത്താൽ അത്രയും നേരം തന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടും കിട്ടുക. അതായത് ഔട്ട്പുട്ടും നമ്മൾ ഔട്ട്പുട്ട് ആവശ്യപ്പെടുന്ന സമയവും സിങ്ക്രണൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് സിങ്ക്രോണസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സിൻസ് ദേ അപ്പൊ ഇനി അത് കഴിഞ്ഞ് അടുത്ത പൾസ് കിട്ടുമ്പോഴേ, ഇപ്പം 0.5 സെക്കൻഡ് പൾസ് കൊടുത്ത് നമ്മൾ നിർത്തി. അപ്പൊ അതിപ്പോ പോസിറ്റീവ് ട്രിഗറിങ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ട്രിഗറിങ് ആവാം, എന്തുമാവാം. അപ്പൊ അടുത്ത പൾസ് വരുന്നിടം വരെ അത് വെയിറ്റ് ചെയ്യും ടു പെർഫോം ദ നെക്സ്റ്റ് ഓപ്പറേഷൻ. സിൻസ് ദേ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് ടു അറൈവ് ടു പെർഫോം ദ നെക്സ്റ്റ് ഓപ്പറേഷൻ, ദീസ് സർക്യൂട്ട്സ് ആർ ബിറ്റ് സ്ലോവർ കമ്പയർഡ് ടു അസിങ്ക്രോണസ്. അപ്പൊ അസിങ്ക്രോണസ് അങ്ങനെയല്ല. സിങ്ക്രോണസ് എന്ന് പറയുന്നത് ക്ലോക്ക് പൾസ് നമ്മൾ പൾസ് കൊടുത്തെങ്കിൽ മാത്രമേ, ഇപ്പൊ 0.5 സെക്കൻഡ് കൊടുത്താൽ അത്രയും നേരം മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്താണ്? ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. നമ്മളൊരു ഇൻപുട്ട് പൾസ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. പക്ഷെ ആ ഇൻപുട്ട് പൾസ് മാറ്റുന്നതും വരെ ആ സെയിം ഔട്ട്പുട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും അല്ലെ? അതാണ് ഈ എഴുതിയിരിക്കുന്നത്. The level output changes state at the start of an input pulse and remain in that until the next input or clock pulse. വളരെ സിമ്പിൾ ആയിട്ട് അത്രേ പറയുന്നുള്ളൂ. സിങ്ക്രോണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്. അപ്പൊ എന്താണ്? A synchronous sequential circuit is one in which the content of the memory can change only at discrete instant time. അതായത് ക്ലോക്ക് മാറുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് മാറുകയുള്ളൂ. അതാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ക്ലോക്ക് മാറ്റി കൊടുക്കുമ്പോൾ മാത്രമേ അതിന് ഔട്ട്പുട്ട് മാറുകയുള്ളൂ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്.
അപ്പൊ അതിനൊരു എന്താണ് 2 സ്റ്റേറ്റ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ളത്. ഒന്ന് ലോജിക്ക് 1ഉം ലോജിക്ക് 0യും. അപ്പൊ ഇത് മാറുന്നതനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതിലേക്കൊക്കെ നമ്മൾ വരാം. സിൻക്രോണസ് സീക്വൻസ് സർക്യൂട്ട് എന്താണെന്ന് ബേസിക്കലി ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയോ? സ്മോൾ അതെന്താ കാര്യം മനസ്സിലായോ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പം അസിൻക്രോണസ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ അവർ ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്യുന്നില്ല, ഇൻപുട്ടിന്റെ പൾസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് ക്യാൻ ചേഞ്ച് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം വിത്ത് ചേഞ്ച് ഓഫ് 1 or. അപ്പൊ ഇൻപുട്ട് മാറുന്നതനുസരിച്ച് ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ പക്ഷെ ഇൻപുട്ട് എങ്ങനെയൊക്കെ മാറിയാലും, അതായത് സിൻക്രോണസ് സർക്യൂട്ടില് ഇൻപുട്ട് എങ്ങനെയൊക്കെ മാറിയാലും ക്ലോക്ക് പൾസ് മാറാതെ അതിന്റെ ഔട്ട്പുട്ട് മാറില്ല. കാരണം ഔട്ട്പുട്ടും ക്ലോക്ക് പൾസും ഇവിടെ സിൻക്രോണൈസ്ഡ് ആണ്. അസിൻക്രോണസ് ആണെങ്കിൽ ഇവിടെ സിൻക്രോണിസം ഇല്ല. എന്തുമായിട്ട്? അവിടെ ഒരു ടൈം ഇല്ല. ഇൻപുട്ട് മാറുന്നതനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പം അസിൻക്രോണസ് സർക്യൂട്ട്സ് ആണ് ഫാസ്റ്റർ. കാരണം അടുത്ത പൾസ് കിട്ടാൻ വേണ്ടി, അടുത്ത ക്ലോക്ക് പൾസിന് വേണ്ടി അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻപുട്ട് ചേഞ്ച് ആയ അപ്പൊ തന്നെ ഔട്ട്പുട്ട് അവർക്ക് മാറിക്കിട്ടും. ദീസ് സർക്യൂട്ട്സ് ആർ ഫാസ്റ്റർ ദാൻ synchronous sequential circuits because there is clock pulse and change their state immediately when there is a change in the input signal. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് വേണ്ട കേസസിൽ നമ്മൾ അസിൻക്രോണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അസിൻക്രോണസ് സർക്യൂട്ട് ആണ് ഫാസ്റ്റർ. അപ്പം ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഏതാണ് ഫാസ്റ്റർ, അല്ലെങ്കിൽ ഫാസ്റ്റർ ആപ്ലിക്കേഷനിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ വന്നിട്ടുണ്ട്. സിമ്പിൾ ചോദ്യം, പക്ഷെ നമുക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സിൻക്രോണസ് എന്താണ്, അസിൻക്രോണസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പോകാം. ഇനിയിപ്പോ നിങ്ങളെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിയറി കാണിച്ചിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകാം. അപ്പൊ ഒന്നാമത്തെ സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്? അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണൊക്കെ അറിയാം. ദാറ്റ് ഹാസ് 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ്. അപ്പൊ 2 ഈ നോട്ട് നിങ്ങൾ എഴുതി പൊക്കോണേ, എഴുതി പോകുന്നതായിരിക്കും നല്ലത്. 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ്. അപ്പൊ 1 സ്റ്റേറ്റ് എന്താണ്? ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോജിക്ക് 1 വാല്യൂ, അതർ എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് ലോജിക് 0. അതായത് ഒരു ഹൈയും ഒരു ലോയും. 1 സ്റ്റേറ്റ്. അപ്പം ഇൻ അതർ വേർഡ്സ് ദ മെമ്മറി എലമെന്റ് യൂസ്ഡ് ഇൻ ദ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പം ചെറിയ ഒരു കുഞ്ഞു ചോദ്യമായിട്ടൊക്കെ ചോദിക്കാറുണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നതാണ് എന്ത്? ദാറ്റ് ഈസ് ദ മെമ്മറി എലമെന്റ്. But these circuits are binary cells capable of storing 1 bit of operation. അപ്പൊ ഇത് എന്ത് ചെയ്യും? It stores 1 bit of information. It stores 1 bit of information. അപ്പൊ അത് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പം ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അത് നമ്മൾ ഇപ്പൊ കവർ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ബേസിക്കലി ലാച്ച് എന്താണെന്നും കൂടെ നോക്കാം. ലാച്ച് എന്താണ്? ലാച്ച് എന്ന് പറയുന്ന ഒരു ബൈസ്റ്റേബിൾ സർക്യൂട്ട് ആണ്. അതിനെ നമ്മൾ പറയപ്പെടുന്നത് ഫണ്ടമെന്റൽ ബ്ലോക്ക് ഓഫ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ്. ലാച്ച് എന്താണ്? ദേ ആർ ദ fundamental blocks of a flip flop. അപ്പൊ ലാച്ച് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ബ്ലോക്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ അവരെന്താണ്? ബൈസ്റ്റേബിൾ സർക്യൂട്ട് ആണ്. ബൈസ്റ്റേബിൾ സർക്യൂട്ട് ആണ്. അപ്പം ഇറ്റ് എക്സിസ്റ്റ് ഇൻ 1 ഓഫ് ദ ചൂസ്, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0.
and in the absence of input illengil it remains in that state. എന്താണ്? It exists in one of the two states. ഏതൊക്കെയാണ്? 1 and 0. And in the absence of input, it remains in that state. അല്ലേ? ഇനി നമുക്കത് ഓരോ സർക്യൂട്ടിന്റെ ബേസിൽ, അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലാച്ചിനെ, അപ്പം ഒരു സിമ്പിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഒരു 1 ബിറ്റ് മെമ്മറി എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ബേസിക്കലി ഒരു ഇപ്പം x1 x2 ഇൻപുട്സ് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുന്നു. y and y bar, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y and y bar എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു. ഇനി നമ്മൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് ഇൻ ഡീറ്റെയിൽഡ് നോക്കേണ്ടത്. എന്തൊക്കെയാണ്? SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്, അതുപോലെ തന്നെ പിന്നെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമുക്ക് നാൻഡ് ഗേറ്റ്, നമ്മൾ പല ഗേറ്റ് ഉപയോഗിച്ച് പറയാം. നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് പറയാം, നോർ ഗേറ്റ് ഉപയോഗിച്ച് പറയാം. അത് കഴിഞ്ഞ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതൊക്കെ ഇച്ചിരി ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും നമുക്കൊരു 10-20 മിനിറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി പോകണം. എങ്കിൽ മാത്രമേ എക്സാം വരുമ്പോൾ നമുക്കത്, ഇപ്പം ഫ്ലിപ്പ് ഫ്ലോപ്സ് ഏതൊക്കെയാണ് നമുക്കുള്ളത് നമുക്ക് പഠിക്കാനുള്ളത്? SR, JK, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, അല്ലെങ്കിൽ അതുപോലെ D ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതുപോലെ T ഫ്ലിപ്പ് ഫ്ലോപ്പ്. അങ്ങനെ ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് കൂടുതലായിട്ടും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും തന്നെ ഉള്ളൂ. താങ്ക് യു.